പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാനരായ എല്ലാ ദൈവജനത്തിനും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. പ്രശസ്താന്തരമായ ലോകത്തിൽ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ നമ്മെ ഒരിക്കൽ കൂടെ കർത്തൃപാദപീഠത്തിൽ സമർപ്പിക്കാം. റോമിലെ ക്രിസ്തീയ പീഡനകാലത്ത് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരിൽ ഒരു ബാലികയും ഉണ്ടായിരുന്നു. അവൾക്ക് മരണശിക്ഷ നൽകുന്നതിന് വേണ്ടി കൊലക്കളത്തിലേക്ക് കൊണ്ടുവന്നു. കൂറ്റൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഇരുകാലുകളും ആമത്തിലിട്ട് അവളെ പുരോഹിതന് മുമ്പിൽ നിർത്തി. നീ യേശുക്രിസ്തുവിനെ തിരിച്ചു പറയുമോ? പുരോഹിതൻ അവളോട് ചോദിച്ചു. ഇല്ല, അവൾ ഉറച്ച സ്വരത്തിൽ മറുപടി നൽകി. നിന്റെ വിശ്വാസത്തെക്കുറിച്ച് നിനക്ക് വിവരിക്കാമോ? പുരോഹിതൻ അവളോട് ചോദിച്ചു. അവൾ ഉറച്ച സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് എൻ്റെ രക്ഷകന് വേണ്ടി വാദിക്കാൻ അറിയില്ല, പക്ഷേ അവന് വേണ്ടി മരിക്കുവാൻ എനിക്കറിയാം. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ആ ബാലിക തൻ്റെ അനുമനാഥൻ്റെ അടുക്കിലേക്ക് യാത്രയായി. റോമൻ ചരിത്രം പഠിക്കുമ്പോൾ AD 64 നീറോ ചക്രവർത്തിയുടെ കാലം മുതൽ 311 ഡയോക്ലീഷ്യസ് വരെയുള്ള 10 റോമൻ ചക്രവർത്തിമാർ അതിഭീകരമായ രീതിയിൽ ക്രിസ്തീയ സഭയെ പീഡിപ്പിച്ച ചരിത്രം നമുക്കറിവുള്ളതാണ്. എക്കാലത്തും ഒരു ന്യൂനപക്ഷം കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുവാനും സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാനും ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലും സത്യത്തിന് വേണ്ടി നിൽക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ ആകക്കുറിയായി എനിക്ക് ഓർപ്പിക്കാനുള്ളത്. പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാഖി പ്രവചനത്തിൽ അങ്ങനെയുള്ളൊരു ന്യൂനപക്ഷത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഇന്ന് നമ്മൾ പങ്കിടാൻ പോകുന്നത്. മലാഖി പ്രവചനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്ക് വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപം ആയിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. പ്രവാസാനന്തര കാലത്ത് ദൈവജനമായ ഇസ്രായേലിനോട് പ്രവചിച്ച 3 പ്രധാന പ്രവാചകന്മാരാണ് ഹഗ്ഗായി, സക്കറിയ, മലാഖി. ഈ 3 പ്രവാചകന്മാരിലും ഏറ്റവും അവസാനത്തെ പഴയ നിയമ തിരുവെഴുത്തിലെ ഏറ്റവും അവസാന പുസ്തകമായ മലാഖി പ്രവാചകന്റെ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു സത്യത്തിലേക്ക്, ഗൗരവമേറിയ ചില ആത്മീയ സത്യങ്ങളും താൻ പങ്കിടുകയാണ്. 70 വർഷത്തെ പ്രവാസകാലവും അതിനുശേഷം ആലയം പുനഃസ്ഥാപിച്ചു. യെരുശലേം പട്ടണം പണിയപ്പെടുന്നു, അതിന് ചുറ്റുമതിൽ പണിയപ്പെടുന്നു. അങ്ങനെ നഷ്ടപ്പെട്ട പ്രതാപമൊക്കെ വീണ്ടെടുത്തു. എസ്രാശാസ്ത്രിയുടെ നേതൃത്വത്തിൽ ന്യായപ്രമാണം വായിച്ചു കേൾപ്പിക്കുകയും സത്യാരാധനയിലേക്കും ധാർമ്മിക ജീവിതത്തിലേക്ക് അവരെ മടക്കി കൊണ്ടുവന്നതാണ്. എന്നാൽ അതിവിദൂരമല്ലാത്ത നാളിൽ അവരുടെ ആത്മീയ അനുഭവങ്ങളെല്ലാം വീണ്ടും കൈമോശം വന്നു. മലാഖി പ്രവചനം 1-2 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദൈവം ഇസ്രായേലിനോട് പറയുന്നു, മിസ്രൈം അടിമനാട്ടിൽ നിന്നും അത്ഭുതങ്ങളിൽ കൊണ്ടുവന്നതും 70 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ഒടുവിൽ അവരെ സ്വദേശത്തേക്ക് മടക്കിക്കൊണ്ടുവന്ന് നഷ്ടപ്പെട്ടതൊക്കെ മടക്കിക്കൊണ്ടുവന്നത് ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമാണ്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത പുതിയ തലമുറ ദൈവത്തോട് ചോദിക്കുന്നു, നീ ഏതിനാൽ ഞങ്ങളെ സ്നേഹിക്കുന്നു? പുരോഹിതന്മാരുൾപ്പെടെ ഇസ്രായേൽ ജനത, ഒട്ടുമിക്ക ജനവും ദൈവത്തോട് അവിശ്വസ്ത പുലർത്തുന്ന ഒരു കാലഘട്ടം. ദൈവത്തെ സ്നേഹിക്കുന്നതിൽ, ദൈവത്തെ ബഹുമാനിക്കുന്നതിൽ, ദൈവത്തെ ആരാധിക്കുന്നതിൽ, യാഗമർപ്പിക്കുന്നതിൽ, ധാർമ്മിക ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിലെ പവിത്രത സൂക്ഷിക്കുന്നതിൽ, ദൈവത്തിന് ദശാംശം കൊടുക്കുന്നതിൽ, ഇങ്ങനെ ദൈവവുമായി ബന്ധപ്പെട്ട, ആരാധനയുമായി ബന്ധപ്പെട്ട സകല വിഷയത്തിലും പരാജയപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് മലാഖി പ്രവാചകൻ ഇസ്രായേലിനോട് സംസാരിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ പുരോഹിതന്മാർ, അവരെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശം വളരെ സുവ്യക്തമാണ്. ബൈബിളിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, പുരോഹിതൻ്റെ പക്കൽ ഉപദേശമുണ്ട്, പക്ഷെങ്കിൽ അവർ ഉപദേശത്തെ മാറ്റിമറിച്ചു. ന്യായപ്രമാണത്തിൽ അവർ പക്ഷഭേദം കാണിച്ചു. ന്യായപ്രമാണം കൃത്യമായി ഉപദേശിപ്പാൻ കഴിയാതെ ആ ഉപദേശത്തിൽ ഇടർച്ച വരുത്തി എന്ന് നമ്മൾ വായിക്കുകയാണ്. യഹോവയ്ക്ക് കൊടുക്കുന്ന യാഗമൊക്കെ ഊനമുള്ള യാഗമായിരുന്നു. ദൈവം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
ഇങ്ങനെയുള്ള ഊനമുള്ളതിനെ നീ ദേശാധിപതിക്ക് കൊടുക്കുമോ? ഇല്ല. പക്ഷെ യഹോവയ്ക്ക് ഊനമുള്ളതും ന്യായപ്രമാണം ജനത്തെ പഠിപ്പിക്കുന്നതിന് പകരം കലർപ്പുയർത്തതും പക്ഷാഭേദം കാണിക്കുകയും ചെയ്യുന്ന പുരോഹിതന്മാർ ജനവും ദൈവസ്ഥനിൽ നിന്ന് അകന്നുപോയി. അതിന് പ്രധാന കാരണം 2-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ അവനെ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഇവിടെ യഥാർത്ഥ പ്രശ്നം, ജനത്തിൻ്റെ പ്രശ്നം ഇവിടെ പ്രവാചകൻ പറയുകയാണ്. ദോഷം പ്രവർത്തിക്കുന്ന ഏവനും യഹോവയ്ക്ക് പ്രിയമുള്ളവൻ, ഇഷ്ടമുള്ളവൻ ആകുന്നു. അങ്ങനെയുള്ളവരിൽ അവൻ പ്രസാദിക്കുന്നു. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ എന്നിങ്ങനെ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. ജനത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ദുഷ്ടനെ, അഭക്തനെ ദൈവം സംരക്ഷിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. ദുഷ്ടനിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അല്ലെങ്കിൽ ന്യായവിധിയുടെ ദൈവം എവിടെ? എന്തുകൊണ്ട് ദുഷ്ടന്മാരെ ന്യായം വിധിക്കുന്നില്ല? അപ്പം അങ്ങനെയുള്ള ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവർ പറയുന്നത് ദുഷ്ടതയും ന്യായവും ചേർന്ന് പോകുകയില്ല. അതുകൊണ്ട് ഈ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട. ആ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് വ്യർത്ഥമാണ്. കറുപ്പെടുത്തത് കൊണ്ട് എന്താ പ്രയോജനം? ദൈവത്തെ ആരാധിച്ചുകൊണ്ട് എന്താ പ്രയോജനം? ആ നിലയിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന, മനസ്സ് തഴമ്പിച്ചു പോകുന്ന, മരവിച്ച മനസ്സുമായി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന, ദൈവത്തോട് വാദിക്കുന്ന, പ്രതിവാദനം ചെയ്യുന്ന, ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു കൂട്ടം ജനതയാണ് മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. വിശേഷാൽ 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ചാൽ 2 കൂട്ടം ജനതയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ കൂട്ടം ജനത 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ മലാക്കി പ്രവാചകൻ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ നിന്റെ നേരെ എന്തു സംസാരിച്ചു എന്ന് ചോദിക്കുന്നു. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പെടുത്തു നടക്കുന്നതിനാലും എന്തു പ്രയോജനമുള്ളൂ? ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. ദുഷ്പ്രവൃത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു. ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്, കറുപ്പെടുക്കുന്നത് വ്യർത്ഥമാണ്, പ്രയോജനമില്ല. അഹങ്കാരികളായ വ്യക്തികൾ ഭാഗ്യവാന്മാരാണ്. ദുഷ്പ്രവർത്തിക്കാരാണ് അഭേദം പ്രാപിക്കുന്നത്. ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു. ഈ രീതിയിൽ വികലമായ ചിന്തകളാണ് ദൈവത്തെക്കുറിച്ച് കരുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവസേവയും ദൈവാരാധനയും ദൈവസന്നിധി താഴ്ത്തപ്പെടുകയൊക്കെ ചെയ്യുന്നത് വ്യർത്ഥമാണ് എന്ന് സ്വയം പഠിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കൂട്ടം സമൂഹം. എന്നാൽ അടുത്ത വാക്യത്തിൽ 16-ാം വാക്യം മുതൽ വായിക്കുന്ന യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഒരു കൂട്ടം ആൾക്കാർ ദൈവത്തെ വേണ്ട, പുരോഹിതന്മാരും ജനവും ഒരുപോലെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുമ്പോൾ, അവരുടെ ധാർമ്മിക ജീവിതം, ഒരു ആത്മീയ ജീവിതം, യാഗം, ആരാധന എല്ലാറ്റിലും ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുമ്പോൾ ഒരു ന്യൂനപക്ഷം ആൾക്കാർ, അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഇവിടെ യഹോവ ഭക്തന്മാരായ ഒരു ന്യൂനപക്ഷം, ബഹുഭൂരിപക്ഷവും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ ഒരു ന്യൂനപക്ഷം ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ്. അവർ ദൈവത്തിന് നിൽക്കുക മാത്രമല്ല, അവർ തമ്മിൽ പ്രബോധിപ്പിക്കുക, തമ്മിൽ അവരുടെ ആത്മീയ അനുഭവത്തെ പങ്കിടുകയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ തമ്മിൽ അവർ പ്രചോദനം കൊടുക്കുകയാണ്, ധൈര്യപ്പെടുത്തുകയാണ്, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ധൈര്യം പകരുക അന്യോന്യം. വചനം പറയുന്നു, യഹോവ അവരുടെ വാക്കുകളെ ശ്രദ്ധ വെച്ച് കേട്ടു. നമ്മൾക്ക് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന പ്രതീതി ഉണ്ടായാലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രതീതി ഉണ്ടായാലും രണ്ടും കാണുന്ന സർവജ്ഞനായ ദൈവത്തിന് മുമ്പിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന് ഉള്ളം പ്രസാദിക്കുന്നത് ബഹുഭൂരിപക്ഷം ജനതയും ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക മാത്രമല്ല, അന്യോന്യം ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ പ്രചോദനം കൊടുക്കുന്ന, പ്രോത്സാഹനം കൊടുക്കുന്ന ജനതയെ ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. മാത്രമല്ല, യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകമുണ്ട്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതും ദൈവത്തിന് വേണ്ടി നിഷ്കളങ്കതയോടെ ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ദൈവത്തെ ആരാധിക്കുകയും നന്മയുടെ ഉയർച്ചയുടെ അടിസ്ഥാനത്തിലല്ല, അഭിവൃദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല,
പ്രാർത്ഥന വിഷയങ്ങൾക്കെല്ലാം മറുപടി ലഭിച്ച് ഒരു തിന്മയുമില്ലാതെ, ഒരു ദുഃഖവും ഒരു ക്ലേശവുമില്ലാതെ സമൃദ്ധിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തോട് തോന്നുന്ന ഒരു ഭക്തിയും സ്നേഹവും, അതല്ല യഥാർത്ഥ ഭക്തൻ്റെ മുഖമുദ്ര. ജീവിതത്തിൽ ഒരു പക്ഷേ കൈപ്പേറിയ അനുഭവം വന്നാലും പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ നമ്മൾ കുറിക്കുന്ന സമയത്തിനുള്ളിൽ മറുപടി ലഭിച്ചില്ലെങ്കിലും ഭൗമിക ഉയർച്ചയുടെ അടിസ്ഥാനത്തിൽ ദൈവിക ബന്ധത്തെ കാണാതെ, ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ കരുതലിനെയും ദൈവം ദൈവമായതുകൊണ്ടും ദൈവം നമുക്ക് ഉദ്ധാരണം നൽകിയതുകൊണ്ടും ദൈവത്തിൻ്റെ ജനമാകിയാലും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ദൈവഭക്തരെന്ന് തെളിയിക്കുന്ന വാക്കുകളാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത്. അവരുടെ വസ്തുതക ദൈവം തൻ്റെ സ്മരണ പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്. അതിനുശേഷം പ്രവാചകൻ പറയുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ അങ്ങനെ തന്നെ അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും. പ്രതികൂലത്തിന് നടുവിലും ഒരു പക്ഷെങ്കിൽ കഷ്ടതയുടെ അനുഭവമായിരിക്കാം. സമൃദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല നാം ദൈവത്തെ സ്നേഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം തക്ക സമയത്ത് മറുപടി ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ദൈവബന്ധത്തിൻ്റെ അടിസ്ഥാനം. ദൈവം ദൈവമാകയാലും നാം ദൈവത്തിൻ്റെ ജനമാകയാലും ജീവിതത്തിൻ്റെ ഏതൊരു കൈപ്പേറിയ കഷ്ടതയുടെ താഴ്ചയുടെ നടുവിലും കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ളവരുടെ അനുഭവങ്ങൾ സ്മരണ പുസ്തകത്തെ കുറിക്കുമല്ല മാത്രമല്ല, തണ്ടാക്കുവാനുള്ള ദിവസത്തിൽ നാം അവൻ്റെ നിക്ഷേപമായിരിക്കും. വി വിൽ ബി എ സ്പെഷ്യൽ ട്രഷർ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല താഴെ വായിക്കുന്നു, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്ന പോലെ ഞാൻ അവരെ ആദരിക്കും. കർത്താവിൻ്റെ പക്ഷത്ത് ഏതൊരു പ്രതികൂല സാഹചര്യത്തിൽ ഉറച്ചു നിന്നാൽ ഒരു പിതാവ് തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്ന പോലെ നമ്മെ ആദരിക്കും എന്ന വചനം സാക്ഷീകരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 55-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ സ്തേഫാനോസിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചാണ് വായിക്കുന്നത്. ക്രിസ്ത്യ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിത്വം. അവിടെ അദ്ദേഹം കല്ലേറ് കൊണ്ട് മരിക്കുമ്പോൾ 7-ാം അധ്യായത്തിന് 55-56 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഒരു ഭക്തൻ അവൻ ഒറ്റയ്ക്കാണ്, എല്ലാവരും അവനെതിരാണ്, അവനെതിരെ ആക്രോശിക്കുന്നു, അവനെതിരെ ആരോപണം പറയുന്നു, അവനെ കല്ലെറിയുന്നു. പക്ഷെ അവൻ കണ്ട സ്വർഗം തുറന്നതും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നതും ഭക്തൻ രക്തസാക്ഷിത്വം വഹിച്ച് ചെല്ലുമ്പോൾ ബഹുമാന പുരസ്സരവനെ സ്വീകരിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച സ്തേഫാനോസ് ഇവിടെ പങ്കിടുകയാണ്. ഒരു ഭക്തന് വേണ്ടി ദൈവം എത്ര സ്നേഹത്തോടെ അവരെ ഹോണർ ചെയ്യുന്നു, അവരെ ബഹുമാനിക്കുന്നു. ഭൂരിപക്ഷം ജനതയും അവിശ്വസ്തത കാണിക്കുമ്പോൾ ആ ഭാഗത്ത് നിൽക്കാതെ കേവല ന്യൂനപക്ഷമാണെങ്കിൽ ദൈവഭക്തനെ, ദൈവ ഭാഗത്ത് നിൽക്കുന്നവനെ ഹോണർ ചെയ്യുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അവന് വേണ്ടി സ്മരണ പുസ്തകത്തിൽ അവൻ്റെ പ്രവൃത്തികളെ കുറിച്ചിടുന്ന, അവൻ ദൈവത്തിൻ്റെ സ്പെഷ്യൽ ട്രഷർ എന്ന സ്വർഗം സാക്ഷീകരിക്കുന്ന, തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നൊരു മകനെ പിതാവ് ആദരിക്കുന്ന പോലെ ഞാൻ ആദരിക്കുമെന്ന് ദൈവം പറയുമ്പോൾ ഉവ്വ് തന്നെ പോഷ്ക് പറയുന്ന ദൈവമല്ല. അങ്ങനൊരു കാലഘട്ടത്തിന് വേണ്ടി ദീർഘവീക്ഷണത്തോടെ ദൈവഭാഗത്ത് നിൽക്കാൻ ഏതൊരു സാഹചര്യത്തിലും സമർപ്പിക്കപ്പെടുന്ന ഒരു ദൈവവേദനയിലെ ജീവിതം ധന്യമല്ലേ? ഇന്ന് ഈ പകൽ അങ്ങനെയുള്ള ഒരു ആത്മജീവിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ ഞാനും നമുക്കെല്ലാവർക്കും ഒരുങ്ങാം, സമർപ്പിക്കാം. അത് ദൈവത്തിന് പ്രസാദമാണ്. നമ്മുടെ നിത്യത എത്ര സുരക്ഷിതമാണ്. അതിനായി നമുക്ക് സമർപ്പിക്കാം. താങ്ക് യു.